നമുക്കിന്ന് ഗോതമ്പ് കൊണ്ട് ഒരട ഉണ്ടാക്കാമേ. ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് പൊടി ഒരു പാത്രത്തിലേക്കിട്ട് അതിനാവശ്യമായ ഉപ്പും ഇട്ടിളക്കി തേങ്ങ പൊട്ടിച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ആ തേങ്ങാ വെള്ളവും അതിലേക്ക് ഒഴിച്ചു നല്ലതുപോലെ മിക്സ് ചെയ്ത് അപ്പോൾ നോക്കിയപ്പോൾ ഏത്തയ്ക്ക നല്ലതുപോലെ പഴുത്തിരിക്കുന്നു. എൻ്റെ തൊലി കറുത്തു പോയി. അപ്പം ഒരുപാട് പഴുത്ത ഏത്തയ്ക്ക കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതും കൂടെ ഞാൻ വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ച് ഈ മാവിലേക്ക് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഞെവിടി ചേർത്തു. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങ എടുത്തു. അതിനാവശ്യമായ ശർക്കരയും ചിരകി വെച്ചു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാഴയിലയും നല്ലതുപോലെ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാഴയിലേക്ക് ആവശ്യത്തിന് മാവ് എടുത്ത് പരത്തി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയുടെയും മിശ്രിതം അതിലേക്ക് വെച്ച് അടച്ചു. അപ്പോഴേക്ക് പാത്രം തുറന്ന് നോക്കിയപ്പോഴേക്കും വെള്ളം തിളച്ച് നല്ലതുപോലെ ആവി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ അടയെല്ലാം പറക്കി വെച്ചു, അടച്ചു വെച്ചു. ഒരു 20 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്വാദിഷ്ടമായ ഗോതമ്പ് കൊണ്ടുള്ള ഇലയട റെഡിയായിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഏത്തപ്പഴം ഞെവിടി ചേർത്തത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് അടയ്ക്കുണ്ടായിരുന്നു. നല്ല രുചിയായിരുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ.